ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, സ്കൂളൊക്കെ തുറക്കല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് വൈകിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അല്ലേ, രാത്രി 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഏറ്റവും നല്ല സമയം, പർച്ചേസിങ്ങിന് പറ്റിയ സമയമല്ലേ. ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിരുന്നില്ല. സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. വൈകിട്ട് ഏട്ടൻ ടൗണിൽ പോയി വന്നേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല ഓഫറിൽ ചെരുപ്പ് ഉണ്ട് ഒരു കടയിൽ, നമുക്ക് പോയി നോക്കിയാലോ എന്ന്. അങ്ങനെ എല്ലാവരും കൂടി കെട്ടും കണിയും പെറുക്കി ഇറങ്ങിയതാണ്. അവിടെ എത്തി ആ കടയിൽ നിന്ന് ശ്രീകുട്ടിക്കും ഏട്ടനും മാത്രം ചെരുപ്പ് കിട്ടിയിട്ട് ബാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും കിട്ടിയില്ല. പിന്നെ നോക്കുമ്പോൾ ഒരു കടകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി 7 മണിയൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെ നേരെ നമ്മൾ ഹോട്ടൽ റോളക്സിലേക്ക് വിട്ടു കേട്ടോ. രാത്രിക്ക് കഴിക്കാനായിട്ടൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചതാണ്. അപ്പോൾ അത് ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പോൾ ഉണ്ടാക്കാനുള്ള മടി. അപ്പോൾ പിന്നെ നേരെ ഇവിടെ വന്ന് റോളക്സ്, വൈകുന്നേരം നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ പൊറോട്ടയ്ക്ക് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് ഞങ്ങൾ. മഴയും ഇടയ്ക്കൊക്കെ പെയ്യുന്നുണ്ട്. കുറച്ചധികം സമയം തന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. വെയിറ്റിങ്ങിൻ്റെ ബോറടി മാറ്റാനായിട്ട് കെട്ടിയനോട് പറഞ്ഞിട്ട് ഓരോ സമോസയും അതുപോലെ എനിക്കൊരു ചായയും. മക്കൾക്ക് ചായ വാങ്ങിച്ചു കൊടുത്തില്ല, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊക്കെ കുടിച്ചു കേട്ടോ. അത് രസമല്ലേ, നല്ല മഴയത്ത് ചൂട് സമോസയും അതുപോലെ തന്നെ ചൂടുള്ള ചായയും. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വെയിറ്റിങ്ങിലായി. അപ്പോഴത്തേനും ഇതാണ്ടോ അടിപൊളിയായിട്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു നൈറ്റ് വൈബ്. നന്നേ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് കേട്ടോ നമുക്കിതൊക്കെ കിട്ടുന്നത്. അത്രയ്ക്കും ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങിയതാണ്, പണിയൊക്കെ കുറഞ്ഞ് കിട്ടും കുറേയൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ പണിയൊന്നും കുറയരുതേ, ദിവസം പണി ഉണ്ടാവണേ, എന്നാലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി പണി ഉണ്ടാവണം എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പണ്ടാരോ പറഞ്ഞ പോലെ കയറിക്കിടക്കാൻ ഇടവും അതുപോലെ കൈ നിറയെ പൈസയുള്ളവർക്ക് മഴ കവിതയാണ്, കഥയാണ്, അങ്ങനെ എല്ലാമാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വന്നിട്ട് മഴ പെയ്യുമ്പോൾ ഉള്ളിൽ തെയ്യാണ്. നാളെ നേരം വെളുക്കുമ്പോഴേക്കും മഴ തോരണേ. അതുപോലെ അത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ റോളക്സ് ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോട്ടിലാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും രാത്രി ഈ മഴയത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് മനസ്സിനും ഭയങ്കര സന്തോഷമായി കേട്ടോ. എപ്പോഴും നമ്മൾ ഈ വീടിനകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമൊന്നുമല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ. അതുപോലെ തന്നെ മക്കളും ഒരുപാട് ഹാപ്പിയായി. ശ്രീനും ശ്രീകുട്ടിയും അവർക്കും അതേ തന്നെ പുറത്ത് വൈകുന്നേരത്തൊന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടുന്ന്